ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്താ പറഞ്ഞത്? ആരെ കണ്ടെന്നാടാ? നമ്മുടെ അച്ഛനെ. ഞാൻ അർച്ചനെ കണ്ടു. അവിടെ ആ ഹോസ്പിറ്റലിൽ അവളുണ്ടായിരുന്നു. സച്ചിട്ടാന്ന് വിളിച്ച് അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നതാ. അച്ഛനെയോ? എന്നെ കൂടെ കൊണ്ടുപോയി ഓടിക്കോ. ആരാത്? നിങ്ങളായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഈ രാത്രിയിൽ ഇതോടെ പോയവര് എടി എന്തായി? കിട്ടുന്നില്ലേ? ഇല്ല. ശോ, നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നോട് പറഞ്ഞതാ. പിന്നെ സച്ചിയെ കണ്ടിട്ട് വിളിക്കാന്നും പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഔട്ട് ഓഫ് റേഞ്ചാ പറയുന്നത്. ഇനി പോലീസ് സ്റ്റേഷനിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആവോ? എന്ത് പ്രശ്നം? നീ സ്നേഹയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി. സ്നേഹ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ബെല്ലടിക്കുന്ന കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോ അവളുടെ മുറി തന്നെ ഇരിപ്പുണ്ട്. എന്റെ ദൈവമേ, ഇനി അവര് വല്ല വക്കീലിനെ കാണാൻ പോയതാണോ? വക്കീലിനെ കാണാൻ പോകുന്നെങ്കിൽ അക്കാര്യം എന്നോട് നേരത്തെ പറയായിരുന്നു. അത് മാത്രമല്ല, സ്നേഹ കൂടെ ഉള്ളതുകൊണ്ട് അതിന് സാധ്യതയില്ല. പിന്നെ ഇത്ര സമയായില്ലേ? അമ്മ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നേ? അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? അവരിങ്ങോട്ട് വരട്ടെ. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരം ഇവള് നിന്നെ കിടന്ന് വിളിക്കുന്നു. സച്ചിയെ കണ്ടിട്ട് ഉടനെ വിളിക്കാന്നല്ലേ പറഞ്ഞേ? എന്റെ അമ്മയും എന്റെ ഫോൺ ചാർജ് ഇരുന്നിട്ട് ഓഫായി പോയി. സ്നേഹയുടെ ഫോണാണെങ്കിൽ എടുത്തുമില്ല. ഇനി എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. അതുകൊണ്ടാ പിന്നെ വേറെ ഒരിടത്തൊന്നും വിളിക്കാറുന്നത്. എന്തായി? സച്ചിയെ കണ്ടോ? അവനെന്താ പറഞ്ഞത്? എന്തൊക്കെയാ മോനെ കേൾക്കുന്നത്? ഇതൊക്കെ സച്ചി ചെയ്തതാണോ? അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പോലീസുകാർ അവനെ കള്ളക്കേസ് കുടുക്കിയതാ, എനിക്ക് ഉറപ്പുണ്ട്. മോനെ, ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ട് നമുക്ക് അവനെ ഇന്ന് രാത്രി തന്നെ ഇറക്കണം. അമ്മേ, ഇന്നിനി ഈ രാത്രിയിൽ ഒന്നും നടക്കില്ല. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന പോലത്തെ ഒരു കേസ് അല്ല ഇത്. കോടതിയിൽ നിന്ന് മാത്രമേ നമുക്ക് ജാമ്യം എടുക്കാൻ പറ്റൂ. എടാ, പോലീസുകാർക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? അവന് പറഞ്ഞുകൂടായിരുന്നോ അവനല്ലേ ഇതൊന്നും ചെയ്തെന്ന്? അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ അയാളെ കൊല്ലുന്നേ? ഈ അവന്തികയുടെ അമ്മാവനും സച്ചിയായിട്ട് എന്താ ബന്ധം? പോലീസുകാര് ഏട്ടനെ കുടിക്കുക തന്നെയാ. എങ്ങനെയെങ്കിലും ഏട്ടനെ ജാമ്യത്തിൽ ഇറക്കണം. നീ
നീ കരയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ സച്ചിയെ പോലീസുകാരുടെ കള്ളക്കേസിന്റെ പേരിൽ ജയിലിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. നീ അകത്തേക്കൽ, ഇവിടെ നിന്ന് കൂടുതൽ കരയണ്ട. ഇനിയിപ്പോ നമ്മൾ എന്താ മോനെ ചെയ്യേണ്ടത്? ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ തന്നെ കാണണം. നാളെ ആവട്ടെ. ഞാൻ സന്ദീപിനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ മരിച്ചത് ശരിക്കും അവളുടെ അമ്മാവൻ തന്നെയാണോ? ആർക്കറിയാം. പോലീസ് പറയുന്നത് അത് അയാൾ തന്നെയാണെന്നാ. സച്ചിക്ക് അയാളോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു പോലും. ചാകേണ്ടിയിരുന്നത് അയാളല്ലായിരുന്നു, ആ അവന്തികയായിരുന്നു. അവളങ്ങ് ചത്തിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആ, നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കുക. എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മേ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? സച്ചിയുടെ സമതല ആകെ തെറ്റിയിരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അതെന്താ? അവനെന്ത് പറ്റി? അതെനിക്കും അറിയില്ല. പക്ഷേ അവൻ പറയുന്നത് അവനിന്ന് അച്ഛനെ കണ്ടുവന്നു. നീ എന്താ പറഞ്ഞത്? ആരെ കണ്ടെന്നാടാ? നമ്മുടെ അച്ഛനെ. ഞാൻ അർച്ചനെ കണ്ടു. അവിടെ ആ ഹോസ്പിറ്റലിൽ അവളുണ്ടായിരുന്നു. സച്ചിട്ടാന്ന് വിളിച്ച് അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നതാ. അച്ഛനെയോ? എന്റെ ദേവി, എടാ ഇത് സത്യാണോ? സത്യാണോന്ന്? അവളെ അവൻ ശരിക്കും ഉണ്ടോ? എവിടെ വെച്ചാ കണ്ടത്? അവളെ എപ്പോഴാ കണ്ടത്? എന്നിട്ട് അവൾ എവിടെയാന്ന്? അമ്മ ബഹളം വെക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. പറ. ഇതാ ഞാൻ പറഞ്ഞത്. അവൻ സമതല തെറ്റിയതുപോലെയാ സംസാരിക്കുന്നതെന്ന്. ആശുപത്രിയിലെ ഏതൊരു രോഗിയുണ്ട് അവൻ പോയതായിരുന്നു. അവിടുന്ന് അവൻ തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോ അച്ചു അവന്റെ പിന്നാലെ ഓടി വന്നെന്നാ സച്ചി പറയുന്നേ. എന്നിട്ട് അവൻ അവളോടൊന്നും സംസാരിച്ചില്ലേ? അവളുടെ കൂടെ കുട്ടി ഉണ്ടായിരുന്നോ? അവൻ അച്ചുവിനെ വ്യക്തമായിട്ട് കണ്ടു. എന്നിട്ട് അവൻ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴാ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. ഈശ്വരാ. എല്ലാ ദിവസവും റോഡിലൂടെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഓരോ സ്ത്രീകളെ കണ്ടിട്ട് അച്ചു ആണെന്നും പറഞ്ഞ് സാധാരണ അവൻ ബഹളം വയ്ക്കാറുണ്ട്. ചിലപ്പോ ഇതും അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ അച്ചു ഈ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതിരിക്കൂ. അപ്പൊ അവൻ കണ്ടത് അച്ചുവിനെ അല്ലെന്നാണോ? ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്താലും അച്ചു അവന്റെ പിന്നാലെ ചെല്ലാതിരിക്കോ? അവന്റെ മാനസിക നിലയ്ക്ക് എന്തോ സാരമായ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.